ഇന്നത്തെ ദിവസത്തെ രാവിലെ തന്നെ പുഴ കാണിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് തുണികളൊക്കെ അലക്കാണ്ടേനി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ വേഗം രാവിലെ തന്നെ പുഴയിൽ വന്ന് തുണികളൊക്കെ അലക്കി. തുണികളൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒലിമ്പി പിഴിഞ്ഞൊക്കെ ബക്കറ്റിലൊക്കെ ആക്കി പിന്നെ നേരെ വീട്ടിലെത്തി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം കിച്ചണിൽ കയറിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടായതുകൊണ്ട് എളുപ്പം കഴിയുമല്ലോ. അപ്പോൾ വേഗം പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടും അതേപോലെ ചെറുപയർ കറിയാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസക്ക് പോകാൻ. ചടപടാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചതിന് ശേഷം ചെറുപയർ ഒക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതിക്കിടാനുള്ള സവാളയും അതേപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചോറും അവിടെ വേവുന്നുണ്ട്. പിന്നെ വേഗം പുട്ടൊക്കെ ചുട്ടെടുത്ത് അതേപോലെ നമ്മൾ ചെറുപയർ കറിയും വെന്തിട്ടുണ്ടേനി. പിന്നെ എനിക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടേനി. പിന്നെ കറിയൊക്കെ കടുക് വറുത്തെടുത്ത് അങ്ങനെ കറി റെഡിയായി, പുട്ടും റെഡിയായി. അപ്പോൾ എനിക്കും നല്ല വിശപ്പുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാനും ഐഫക്കുട്ടിയും ഒരു പ്ലേറ്റിൽ തന്നെ 2 കഷ്ണം പുട്ടൊക്കെ എടുത്ത് ചെറുപയർ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. അങ്ങനെ ഐഫക്കുട്ടീനെ മദ്രസയിലും കൊണ്ടുപോയി വിട്ടു. പിന്നെ വന്നതിന് ശേഷം നമ്മൾ അലക്കി കൊണ്ടുവന്ന തുണികളൊക്കെ തോരയിടാണ്. നമ്മൾ അലക്കലും കുളിക്കലും കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ജോലികളൊക്കെ തീർന്ന പോലെയാണല്ലോ അല്ലേ. പിന്നെ അതേപോലെ കുക്കിങ്ങും വേഗം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അകടിച്ചു വാരാനും തുടക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മക്കൾ വീട്ടിലുണ്ടായതുകൊണ്ട് ഒരു ചെയ്തോളും. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുതേ.